പിതാവിൻ്റെ കുർബാനയർപ്പണത്തെ തുടർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രിയപ്പെട്ട ചാണ്ടീച്ചിനെ കുറിച്ച് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നമ്മളുടെ രൂപത വൈദിക സമൂഹത്തിലെ ഏറ്റവും മുതിർന്ന അച്ഛന്മാരിൽ ഒരാളായിരുന്നു കോലിക്കൽ അലക്സാണ്ടർ. 90 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അച്ഛനെ അനുവദിച്ചു. ഒരിക്കൽ തറവാട് നല്ലൊരു നസ്രാണി തറവാടാണ്. ധാരാളം അംഗങ്ങളുള്ള വീടാണ്. വലിയ കെട്ടുബന്ധങ്ങളുള്ള വീടാണ്. സഭയോടും സമുദായത്തോടുമെല്ലാം വലിയ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളാണ്. ആ വീട്ടിലെ മാതാപിതാക്കളിൽ നിന്നാണ് ചാണ്ടിച്ചേട്ടൻ്റെയും ചിന്നമ്മ മെച്ചിയുടെയും മകനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അലക്സാണ്ടർ ജനിക്കുന്നത്. 10 മക്കളുള്ള വലിയൊരു തറവാട്. പ്രിയനായ ബേബിച്ചേട്ടന്, ജോസേട്ടന്, നമ്മുടെ പ്രിയപ്പെട്ട ടോമിച്ചന്, സിസ്റ്റർ എലക്ട, സിസ്റ്റർ ആൻസ് മരിയ ചേച്ചി, സിസ്റ്റർ ജയ, ഡോളി, ലിറ്റി, മാഗി, അവരെല്ലാം അടങ്ങുന്ന വലിയൊരു തറവാട്. സണ്ണിച്ചേട്ടൻ്റെ വീട്ടിലായിരുന്നു അച്ഛൻ ഏതാനും മാസങ്ങളായിട്ട്. ഞാൻ 2 ആഴ്ച മുമ്പ് അച്ഛനെ വീട്ടിൽ പോയി സന്ദർശിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ആശുപത്രിയിൽ ചെന്ന് അച്ഛന് അവസാന സാക്രമെൻ്റ് കൊടുക്കാനും അവസരം ലഭിച്ചു. ആലുവ മകരപ്പള്ളി സെമിനാരിയിൽ പഠിച്ച് 1964 പകിസ്മരണാർഹനായ വയലിൽ പിതാവിൽ നിന്ന് ഇവിടെ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ച ആളാണ് അച്ഛന്. കുട്ടിക്കലും രാമപുരത്തും അസിസ്റ്റൻ്റായിട്ട് ശുശ്രൂഷ ചെയ്തു. അടിവാരം, പാലക്കാട്ടുമല, രത്നഗിരി, വടകര, നെയ്യൂര്, കൂടല്ലൂര്, കടനാട്, കടുത്തുരുത്തി എന്നിവിടങ്ങളിൽ വികാരിക്കടുത്ത വലിയ സേവനം ചെയ്തു. അച്ഛൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ രൂപതയുടെ സിവിയു എസ്റ്റേറ്റിൽ 1979 മുതൽ 89 വരെ 10 വർഷങ്ങൾ അച്ഛനതിൻ്റെ മാനേജരായിട്ട് സേവനം ചെയ്തു. 2012 മുതൽ 26 വരെ കാർമൽ മെഡിക്കൽ സെൻ്ററിൽ അതിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് അച്ഛൻ സേവനം ചെയ്തു. അപൂർവമായ 2 പതിറ്റാണ്ടുകളാണത്. അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആ മേന്മകൾ മറ്റുള്ളവർക്ക് ഏറ്റുവാങ്ങാനായിട്ട് കിട്ടിയ ശിഷ്ടമായ ഒരു അവസരമായിരുന്നു. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്താണ് അച്ഛന് സിവി എസ്റ്റേറ്റിൻ്റെ മാനേജരായിട്ട് ഉണ്ടായിരുന്നത്. അവിടെ അച്ഛൻ നമ്മളുടെ രൂപതയുടെ എസ്റ്റേറ്റിൻ്റെ ഒരു സുവർണ കാലഘട്ടം എന്നെനിക്ക് വളരെ അടുത്ത് അറിയാം. അന്ന് എസ്റ്റേറ്റിൽ കുറേ പ്രയാസങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു. തൊഴിലാളി സമരം ഉണ്ടായിരുന്നു. റബ്ബർ ടാപ്പിങ്ങിന് നമുക്ക് സാഹചര്യങ്ങൾ കുറവായിരുന്നു. മറ്റ് കൃഷി ഐറ്റംസ് ഇറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിനെല്ലാം അച്ഛൻ പ്രാർത്ഥനാപൂർവം സമീപിക്കുകയും ആ തൊഴിലാളി സമരങ്ങളൊക്കെ സൗഹാർദ്ദപരമായ രീതിയിൽ തീർക്കാനും നല്ല കൃഷി ഇറക്കാനും എല്ലാം സാധിച്ചു. പുതിയ റബ്ബർ കൃഷി, മുളക് പൊടി, തേയില, കാപ്പി, തെങ്ങ് എന്നിവയെല്ലാം അച്ഛൻ്റെ കാലത്ത് പ്ലാന്റ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ കൃഷി ഇടങ്ങളിൽ ഒരു പുത്തൻ ഉന്മേഷം കൊടുക്കാനായിട്ട് അച്ഛന് സാധിച്ചു. അച്ഛൻ അസിസ്റ്റൻ്റായിരുന്ന രാമപുരത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനോട് വലിയ അടുപ്പം പുലർത്തിയിരുന്നു. ഇവിടെ ഭരണജ്ഞാനത്തിൻ്റെ സ്വന്തമായ അൽഫോൻസാമ്മയോടും അച്ഛന് വലിയ അടുപ്പമുണ്ടായിരുന്നു. ഈ 2 ബന്ധങ്ങൾ
അൽഫോൻസാമ്മയോടും കുഞ്ഞച്ചനോടുമുള്ള അടുപ്പം പ്രശാന്തച്ചനെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാക്കി മാറ്റി എന്നതാണ് സത്യം. അച്ഛനെ അടുത്ത് അറിയാവുന്ന വലിയൊരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. അച്ഛൻ്റെ ശുശ്രൂഷയിൽ പങ്കുപറ്റിയ ആളുകളാണ് ഒരിക്കൽ പിതാവ് ഉൾപ്പെടെ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരെല്ലാം. അച്ഛൻ നല്ല അജപാലകൻ, നല്ല കർഷകൻ, ലളിത ജീവിതം, നിരന്തരമായ പ്രാർത്ഥന, വിശുദ്ധ കുർബാനയുടെ ഭക്തൻ, ദൈവവചനം നിരന്തരം വായിക്കുന്നവൻ, സത്യസന്ധതയും വിശ്വസ്തതയും കൈമുതലായിട്ടുള്ളവൻ, സമാധാനകാംക്ഷി, സത്യവിശ്വാസത്തിൻ്റെ ശരിക്കുള്ള ഒരു പോരാളി, വൈദിക സമ്മേളനങ്ങളിലെല്ലാം കൃത്യമായിട്ട് പങ്കെടുത്ത വ്യക്തി, വാർഷിക ധ്യാനങ്ങളിൽ അല്പം അനാരോഗ്യമുള്ളപ്പോൾ പോലും കൃത്യമായിട്ട് വന്ന് പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ്. അച്ഛൻ എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. നല്ല സത്യസന്ധതയോടെയുള്ള അച്ഛൻ്റെ നിലപാടുകൾ നമുക്ക് വൈദികർക്ക് എന്നും ഒരു കൈത്താങ്ങായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛൻ്റെ ഇടവക ജീവിത ശുശ്രൂഷകളെക്കുറിച്ചെല്ലാം ഒരു ഇടവക വൈദികൻ്റെ ജീവിതാനുഭവം എന്നൊരു ഗ്രന്ഥം തയ്യാറാക്കി. മനോഹരമായൊരു ഗ്രന്ഥമാണ്. ഞാൻ മുഴുവൻ വായിച്ച് അതിനൊരു കുറിപ്പ് കൊടുത്തിരുന്നു. ദിനവൃത്താന്തം പോലെയാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ ആ പുസ്തകത്തെ എനിക്ക് തോന്നിയത്. അച്ഛൻ്റെ ജീവിതത്തിലെ ഓർമ്മ വെച്ച ആദ്യ ദിവസം മുതലുള്ള എല്ലാ കാര്യങ്ങളും, ഒരു പള്ളിയിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ, ഒരു അസ്തേന്ത്യച്ഛനെ കിട്ടുമ്പോൾ, ആ അസ്തേന്ത്യച്ഛനെ എത്ര ആകാംക്ഷയോടുകൂടിയാണ് അദ്ദേഹം കാത്തിരുന്ന് കൂട്ടത്തിൽ വന്നവർക്കെല്ലാം വിരുന്ന് നൽകി പറഞ്ഞയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമുക്ക് നല്ലൊരു കാറ്റഗറ്റിക്കൽ ടെസ്റ്റാണ് അച്ഛൻ്റെ ഇടവക വൈദികൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ആ പുസ്തകം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അച്ഛൻ രൂപതയോടും രൂപത പ്രവർത്തനങ്ങളോടും വളരെയേറെ ബന്ധപ്പെട്ടു നിന്ന ആളാണ്. എല്ലാ അർത്ഥത്തിലും ശ്രീയാനി ഭാഷയിൽ നമ്മൾ വൈദികരെ കുറിച്ച് പറയുന്ന റായ ശരീര, എ ട്രൂ ഷെപ്പേഡ്, റായ താവ, എ ഗുഡ് ഷെപ്പേഡ് തുടങ്ങിയ ടൈറ്റിൽസ് എല്ലാം നമ്മുടെ അച്ഛനെ കുറിച്ച് ഉറപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അച്ഛൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ പോപ്പ് സെയിന്റ് അലക്സാണ്ടർ പത്രോസിൻ്റെ 5ാമത്തെ പിൻഗാമിയായിട്ട് സേവനം ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹമാണ് പരിശുദ്ധ കുർബാനയിൽ വീഞ്ഞിനോട് ചേർത്ത് വെള്ളം ഉപയോഗിക്കുന്ന കാര്യം, അനാൻ വെള്ളം തയ്യാറാക്കുമ്പോൾ വെള്ളത്തോട് ഉപ്പ് ചേർക്കുന്ന കാര്യം, ഇതെല്ലാം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ തുടർന്ന് പോരുന്ന കാര്യമാണ്. ഈ ഒലിഗ്ലസിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. ഒരു ചെറിയ വർത്തമാനമാണ് പറയുന്നതെങ്കിലും നമ്മളുടെ അടുത്ത് വന്നിരുന്ന് മുഖത്തോട്ട് നോക്കി തിളങ്ങുന്ന മുഖമാണ് അച്ഛൻ്റെ എപ്പോഴും. ഞാൻ ലാസ്റ്റ് സാക്രമെൻ്റ് കൊടുക്കാൻ ചെന്നപ്പോഴും വളരെ ഗ്ലിറ്ററിങ് ആയിട്ടുള്ളൊരു മുഖത്തോടു കൂടി ആണ് അച്ഛൻ കടന്നിരുന്നത്. പക്ഷെ നമ്മളെ കാണുന്നതും നോക്കുന്നതും നമ്മളോട് പറയുന്നതും എല്ലാം ചെറിയ ശബ്ദത്തിലാണെങ്കിലും ഉന്നതമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് തരികയാണ്. കടൽ ന്യൂമാൻ്റെ ടൂമ്പിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം ഫ്രം ഷാഡോസ് ടു റിയാലിറ്റി, നിഴലുകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എന്നാണ്. അച്ഛൻ്റെ ഈ മണിക്കൂറുകളും അതുപോലെയാണ്. നമുക്ക് കാണാവുന്ന, അനുഭവിച്ചറിയാവുന്ന ഈ ലോകത്തിൽ നിന്ന്, കടന്നു പോകുന്ന ഈ ലോകത്തിൽ നിന്ന്
യഥാർത്ഥത്തിൽ ഉള്ള നമ്മുടെ വീട്, സ്വർഗം, മോക്ഷം, അതിലേക്ക് അച്ഛൻ യാത്ര ചെയ്യുകയാണ്. അച്ഛൻ എല്ലാ സമയവും നല്ലൊരു ബ്രിഡ്ജ്, ഒരു പാലമായിരുന്നു. എല്ലാ അവസരങ്ങളിലും അദ്ദേഹം ചെയ്തത് മേക്കിംഗ് ബ്രിഡ്ജസുമായിരുന്നു, പാലങ്ങൾ പണിയുകയുമായിരുന്നു. ഇടവകളിലും എസ്റ്റേറ്റിലും കർമ്മല ആശുപത്രിയിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹം എടുത്ത തീരുമാനങ്ങളുമൊക്കെ അത്തരത്തിൽ തന്നെയായിരുന്നു. യോഹന്നാൻ 3:29 മണവാളന്റെ സ്നേഹിതൻ അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ആനന്ദിക്കുന്നു എന്ന് തന്നെക്കുറിച്ച് തന്നെ ആണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ പുരോഹിതന്മാരെയും മണവാളന്റെ സ്നേഹിതൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം യോഹന്നാൻ മാർദാനായുടെ അതേ ദൗത്യമാണ് ഓരോ അച്ഛനും, എല്ലാ അച്ഛന്മാർക്കും ചെയ്യാനുള്ളത്. മിശിഹായിക്ക് മനുഷ്യഹൃദയങ്ങളിലേക്ക് വഴിയൊരുക്കുക എന്ന ആ ദൗത്യം. ഏകജാതന്റെ സ്നേഹിതനാണ്, ഈശോയുടെ സ്നേഹിതനാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ സാധനം അതുപോലെ എന്ന ഗീതത്തിൽ ഏകജ സ്നേഹിതർ, ഏകജാതന്റെ സ്നേഹിതർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. കർത്താവ് കനിഞ്ഞ് വിളിച്ച് നൽകിയ ആ തിരുപ്പട്ടം അതിൻ്റെ എല്ലാ ഗുണമേന്മകളോടും കൂടി കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മുടെ ഒരിക്കൽ അലക്സാണ്ടർ സാധിച്ചു. വൈദികരുടെ സംസ്കാര ശുശ്രൂഷയിൽ ഒന്നാമത്തെ മൗത്വായുടെ ഒനീസായി തിരുപുത്രൻ്റെ പുരോഹിതൻ, അവൻ്റെ നല്ല മുന്നോടിയായ യോഹന്നാൻ മാർദാനയോടൊപ്പം കിരീടം അണിയിക്കപ്പെടുന്നു എന്നാണല്ലോ പാടുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം. സ്വർഗീയ മാലാഖമാരോടൊപ്പം ആനന്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസരമാണത്. പരിശുദ്ധ റൂഹായാൽ മെനയപ്പെട്ട മുടിയാണ് അച്ഛനെ ധരിപ്പിക്കുന്നത് എന്നുള്ള സഭയുടെ ആ കാഴ്ചപ്പാടും നമുക്കൊക്കെ അറിവുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. മദ്ബഹായെ സംരക്ഷിച്ചവൻ എന്നാണ് അച്ഛന്മാരെ കുറിച്ചുള്ള നമ്മളുടെ പുരാതന ടെക്സ്റ്റുകളുടെയൊക്കെ ഒരു ചിന്ത. ഒരച്ഛൻ്റെ ദൗത്യം പരിശുദ്ധ മദ്ബഹായെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ചാണ്ടിച്ചെന്ന് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിയിലായിരുന്നപ്പോഴും കടുത്തുരുത്തിയിലും മറ്റു സ്ഥലത്തുമൊക്കെ ഞാൻ ചെന്ന അവസരത്തിലെല്ലാം വളരെ നേരത്തെ പള്ളിയിൽ വന്ന് എല്ലാ ക്രമീകരണങ്ങളും നോക്കി മദ്ബഹായെ ഹൃദയത്തിൽ എടുത്ത് സംരക്ഷിച്ച ഒരു നല്ല മാതൃക പുരോഹിതനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അച്ഛനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. നല്ല വൈദികര മരണം വഴി അബ്രാഹത്തിൻ്റെ, അപ്രേമിൻ്റെ, നർസായുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് നമ്മുടെ പ്രാർത്ഥനാ ഗ്രന്ഥങ്ങളിൽ ചേർത്ത് വച്ചിരിക്കുന്നത് അച്ഛനെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ കാര്യമാണ്. തിരുവചനത്തിൽ ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 39 മുതലുള്ള തിരുവചനത്തിൽ നല്ല കള്ളന്റെ മോക്ഷപ്രാപ്തിയെക്കുറിച്ചുള്ള ആ കാര്യമാണല്ലോ. അവർക്ക് ഞാൻ കരുതുന്നത് 2 കള്ളന്മാർക്ക് കിട്ടിയ വലിയ ഒരു ആനുകൂല്യമായിരുന്നു ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സമയത്ത് ഇടത്തും വലത്തും നിൽക്കാൻ കിട്ടിയ ഭാഗ്യം. അവരെ വേണതിന് മുമ്പോ അതിന് ശേഷമോ അവർക്ക് ഇതുപോലെ വധശിക്ഷയ്ക്ക് കൽപ്പിച്ച് മാറ്റി നിർത്താമായിരുന്നു. പക്ഷെ ദൈവ പദ്ധതിയിൽ അവർ രണ്ടുപേരും കർത്താവിൻ്റെ ഇരുവശങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. നിർഭാഗ്യവശാൽ അതിൽ ഒരാൾ
ഈ ജോയിൻഡ് ദ ബൈസ്റ്റാൻഡേഴ്സ്, വഴിയിൽ കണ്ടവരെ, അവിടെ കാണാൻ നിന്നവരെ, ആ കൂട്ടത്തിൽ കൂടി ഈശോയെയും കൂട്ടത്തിൽ തൂക്കപ്പെടാൻ പോകുന്ന മറ്റേ കള്ളനെയും എല്ലാം ചീത്ത പറയുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നല്ല കള്ളൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം ഒരു ഓർമ്മ മാത്രമാണ്. നീ സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ ആയിരിക്കുമ്പോൾ, ഇപ്പോൾ ഈശോ മരിച്ച് ദൈവരാജ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോവുകയാണെന്നൊക്കെ ഒരുപക്ഷെ അദ്ദേഹം അത്രയും മനസ്സിലാക്കി കാണുകയില്ല. നീ ഒരു നാള് ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നത് ഒരു ഓർമ്മ മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത് ആ നിമിഷം തന്നെ അദ്ദേഹത്തിന് കിട്ടിയത് പറുദീസയ. ഒരോർമ്മ മാത്രം ചോദിച്ച ആളിന് മോക്ഷം ആ നിമിഷം തന്നെ കിട്ടിയത്. ഈശോ എല്ലാ പ്രബോധനങ്ങളും അവിടെ ഒറ്റ മണിക്കൂറിൽ ചുരുക്കുകയാണല്ലോ. നമ്മൾ ആ തിരുവചന ഭാഗം വായിക്കുമ്പോൾ തോന്നും ആ കള്ളന് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഭൂമിയിലെ സഭയുടെയോ പ്രാർത്ഥനകളൊന്നും വേണ്ടാത്ത വിധം ദൈവത്തോട് എടുത്തു ചേർക്കുകയാണ്. നീ ഇന്ന് എന്നോടുകൂടെ പ്രതീക്ഷയിലായിരിക്കും. ചെറിയ ഒരു റിമംബറൻസ് മാത്രം ചോദിച്ചപ്പോൾ ദൈവം കൊടുത്ത കാര്യമതാണ്. അവന് നല്ല പശ്ചാത്താപവും അറിവും ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞല്ലോ, ഈശോ ഇന്നസെൻ്റാണ്, നമ്മൾ കുറ്റക്കാരാണ്, നമ്മളിതിന് അർഹതയുള്ളവരാണ് ഈ ഇതുപോലുള്ള മരണത്തിന്. പക്ഷേ ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു മെസ്സിയാനിക്കായിട്ടുള്ള ഈശോ ഏകരക്ഷകൻ എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ മനസ്സിൽ അദ്ദേഹത്തിന് ആ നിമിഷങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. വിശുദ്ധനായ അംബ്രോസ് ആ തിരുവചനത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: The Lord always grants more than one asks. ഒരുവൻ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ എപ്പോഴും നൽകുന്നവനാണ് ദൈവം. ഒരു ഓർമ്മ ചോദിച്ചപ്പോൾ സ്വർഗം കൊടുത്തവനാണ് ദൈവം. ശുദ്ധീകരണം ഇടയ്ക്ക് ആവശ്യമില്ലാത്ത വിധത്തിൽ പരിശുദ്ധ തൃത്വത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. കർത്താവ് ഏകരക്ഷകൻ എന്ന ആ ഒരു വലിയ ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള സത്യം കൂടെ ഇവിടെ സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ലത്തീൻ ഭാഷയിൽ പറയാറുണ്ട്, പെത്തോ കോത് പെറ്റിവിറ്റ് ലാദ്രോ പെനിറ്റൻസ് എന്ന് പറഞ്ഞാൽ ടു ആസ്ക് ലൈക്ക് ദ പെനിറ്റന്റ് തീഫ് ഡിഡ്. നമ്മൾ ദൈവത്തോട് ഒരു കാര്യം ചോദിക്കേണ്ടത് ഈ പെനിറ്റന്റ് തീഫ്, അല്ല കള്ളൻ നമ്മൾ പറയുന്ന പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച ആ വ്യക്തി ചോദിച്ചതുപോലെ ചോദിക്കണം. അതിനു മുമ്പ് അദ്ദേഹം മനസ്സരിച്ചു, ഈശോ രക്ഷകനാണെന്ന് മനസ്സിലാക്കി, ഇന്നസെൻ്റാണെന്ന് മനസ്സിലാക്കി, അവരുടെ നിലപാടുകൾ ജീവിതത്തിൽ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ മനുഷ്യൻ ചോദിച്ചതുപോലെ പെത്തോ കോത് പെറ്റിവിറ്റ്, ഈ പെനിറ്റന്റ് തീഫ് ചോദിച്ചതുപോലെ കർത്താവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മോക്ഷമാണ് എന്ന ആ വലിയ സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ചണ്ടിച്ചന് നിരന്തരം ജീവിതത്തിൽ ഈ വിചാരം, സ്വർഗത്തിൽ ഒരു അനുസ്മരണം കിട്ടണമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നയാളാണ്.
ഓരോ വാർഷിക ധ്യാനം കഴിയുമ്പോഴും അച്ഛൻ ചെറിയ കുറിപ്പുകളായിട്ട് എൻ്റെ അടുത്ത് വരുമായിരുന്നു. അച്ഛൻ അങ്ങനെ അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മുഴുവൻ കിട്ടിയില്ല, അതൊന്ന് വിശദീകരിക്കാമോ? അല്ലെങ്കിൽ വാർഷിക ധ്യാനത്തിന് വരുമ്പോൾ തിരുവചനം കൂടുതൽ അച്ഛന്മാർക്ക് ലഭിക്കാൻ തക്ക വിധമുള്ള ധ്യാനഗുരുക്കന്മാരെ വിളിക്കണം. ഇങ്ങനെയുള്ള നല്ല നിർദ്ദേശങ്ങളൊക്കെ കുറിച്ച് കൊണ്ടുവന്ന് വേറെ ആരും അറിയാതെ ഒരു ശബ്ദവുമില്ലാതെ എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അച്ഛൻ. ഏത് മേഖലയിലും, ആശുപത്രിയിലാണെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട് ജോൺ മരിയ വിയാനി ഉണ്ണിവാനെ പോലെ ആർസ് ഹോസ്പിറ്റൽ ഓഫ് സോൾസ് ആക്കി മാറ്റിയിരുന്നു. അതൊരു വലിയ ആശുപത്രിയാക്കി മാറ്റി. എന്ത് ആശുപത്രിയാണ്? ആത്മാക്കളുടെ ആശുപത്രി. ഈ 12 കൊല്ലം ഈ കർമ്മലീത്ത ആശുപത്രിയിലും അച്ഛൻ ചെയ്ത് ജോലി ചെയ്തായിരുന്നു. അവിടെയുള്ള എല്ലാ ആത്മീയ ആവശ്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധിച്ചു. കുഞ്ഞച്ഛനിൽ നിന്ന് കിട്ടിയ ആ സാധുജന സേവന മനോഭാവം അച്ഛനിൽ നിറഞ്ഞ് ഉണ്ടായിരുന്നു. അതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ വൈദിക സമൂഹത്തിലെ വളരെ മുതിർന്ന, എല്ലാ മേഖലകളിലും നല്ല അനുഭവം കരസ്ഥമാക്കിയ പ്രഗത്ഭനായ എന്നാൽ ശാന്തനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. നിരവധി പ്രബോധനങ്ങൾ അദ്ദേഹം വൈദികർക്കും മേലധ്യക്ഷന്മാർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും ശുശ്രൂഷകർക്കുമെല്ലാം നൽകിയിട്ടുണ്ട്. കോർ ക്രിസ്റ്റി കോർ പൗളി എന്ന് ലത്തീൻ ഭാഷയിൽ പറയാറുണ്ടല്ലോ. ഈശോയുടെ ഹൃദയം പൗലോസിൻ്റെ ഹൃദയം, അല്ലെങ്കിൽ പൗലോസ് ഈശോയുടെ ഹൃദയം പോലെ തൻ്റെ ഹൃദയത്തെ ആക്കാൻ പരിശ്രമിച്ചു. പൗലോസ് മാർപ്പാപ്പയൊക്കെ പറഞ്ഞ കാര്യമാണ് കോർ ക്രിസ്റ്റി കോർ പൗളി. ഈ ചാണ്ടിച്ചൻ്റെ ഹൃദയവും അതുപോലെ തന്നെയാണ്. ഈശോയുടെ ഹൃദയം പോലെ അച്ഛൻ്റെ ഹൃദയത്തെ ആക്കി തീർക്കാൻ നിരന്തരം പ്രാർത്ഥിച്ച് അധ്വാനിച്ച ഒരു മാതൃക പുരോഹിതനായിരുന്നു അച്ഛൻ. അച്ഛൻ വലിയൊരു ശക്തിയായി എല്ലാ അവസരങ്ങളിലും, വാർഷിക ധ്യാനത്തിലും അതുപോലെ മറ്റ് വൈദികരുടെ സമ്മേളനങ്ങളിലും അച്ഛൻ എവിടെയായിരിക്കുന്നോ ആ സ്ഥലത്തെ ശുശ്രൂഷകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുമെല്ലാം അങ്ങനെ നമുക്ക് നിരന്തരമായ പ്രബോധനം നൽകി നമ്മെ വിട്ട് സ്വർഗത്തിലേക്ക്, ഈശോയുടെ വീട്ടിലേക്കാണ് അച്ഛൻ പോകുന്നത്. അച്ഛൻ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രമാത്രം നിഷ്കളങ്കമായ ഒരു ജീവിതത്തിലൂടെ വലിയ ഒരു രൂപതയുടെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ ഒരിക്കലും പരാജയപ്പെടാതെ, ഒരിക്കലും ഒരു അസ്വസ്ഥത കാണിക്കാതെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അച്ഛൻ ആ വീട്ടിൽ നിന്ന് കിട്ടിയ വലിയൊരു തറവാടിൻ്റെ പൈതൃകം, നല്ലൊരു നസ്രാണിത്വം കാത്ത് സൂക്ഷിച്ച വലിയൊരു വീടാണല്ലോ അത്. അവിടെ ഡോക്ടർമാരും നമ്മുടെ അച്ഛൻ്റെ സ്വന്തം അരിയൻ ടോമിച്ചിൻ്റെ ഒക്കെ കാര്യം നമുക്കറിയാൻ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതം മുഴുവൻ അതിനു വേണ്ടിയാണ്. ഏൽപ്പിക്കപ്പെട്ട ജോലികളിൽ അത്ഭുതം സൃഷ്ടിച്ച് ആണ് ചാണ്ടിച്ചനും ടോമിച്ചനും ഒക്കെ ജീവിച്ചിരുന്നത്. നമുക്ക് ഒരുപക്ഷെ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ എളുപ്പമല്ലാത്ത വിധത്തിലുള്ള ഒരു വൈദിക ശുശ്രൂഷയുടെ ഏറ്റവും സമഗ്രമായ സമുജ്വലമായ ഒരു മുഖം നമുക്ക് തന്നിട്ടാണ്. അച്ഛനെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അച്ഛനും അച്ഛൻ്റെ അനിയൻ ടോമിച്ചനും എല്ലാം ഇവിടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. പള്ളിമുറി പണിതപ്പോൾ, ഇവിടുത്തെ പള്ളിക്കൂടം പണിയുമ്പോൾ അവിടെയെല്ലാം അവരുടെ ഒരു പങ്കാളിത്തം ഉണ്ട് എന്ന് അവർ ഉറപ്പാക്കിയിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ബന്ധം ഇടവകയോടും രൂപതയോടും ഏൽപ്പിക്കപ്പെട്ട ജോലികളോടുമെല്ലാം എപ്പോഴും അവർ കാണിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർക്കുകയാണ്. സമയപരിമിതി പോലെ ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു.
അച്ഛൻ പ്രതീക്ഷയിലേക്ക് യാത്ര ചെയ്യുകയാണ്. പ്രതീക്ഷ പ്രവേശനത്തിൻ്റെ ചിന്തകളാണ് പ്രാർത്ഥനകളായിട്ടും ഗീതങ്ങളായിട്ടും നമ്മളിവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ വൈദിക സംസ്കാര ശുശ്രൂഷയുടെ ഏറ്റവും ആത്മീയ പ്രാധാന്യമുള്ള ഭാഗത്തിലേക്കാണ് നടക്കുന്നത്. നമ്മുടെ പിതാവും ഒരിക്കൽ പിതാവും ഞാനും ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ചാണ് കർമ്മം നടത്തുന്നത്. ഒന്നിച്ച് സഭയായിട്ടാണ് ആ കർമ്മം നടത്തുന്നത്. അച്ഛനെ എടുത്ത് പള്ളിക്കകത്ത് നമ്മൾ കുരിശ് വരപ്പിക്കുക. ആദ്യം മധുബഹായിൽ കുത്തിക്കുന്നു, പിന്നീട് കിഴക്കേ ഭിത്തിയിൽ, നേരെ ഓപ്പോസിറ്റുള്ള ഭിത്തിയിൽ, അവസാനം ആനപാതക്കുന്നത്. അങ്ങനെ അച്ഛനെ എടുത്ത് മധുബഹ സംരക്ഷിച്ച അച്ഛനെ വൈദികരെടുത്ത് ഈ ദേവാലയത്തിൽ കുരിശ് വരയ്ക്കുകയാണ്. അങ്ങനെ കുരിശ് വരച്ച് കഴിയുമ്പോൾ അച്ഛനെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്നു. ആ വീട്ടുകാരാണ് പിന്നെ പ്രതീക്ഷ യാത്രയുടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. മനോഹരമായ പ്രാർത്ഥനകളാണ്, പൗരസ്ത്യപിതാക്കന്മാരുടെ ചിന്തകളാണ് അതെല്ലാം. അത് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ സഭയിൽ വൈദികരുടെ സംസ്കാര ശുശ്രൂഷയുടെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമുക്കും ആത്മീയതയ്ക്ക് ജീവിച്ചിരിക്കുന്നവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണല്ലോ അതെല്ലാം. അച്ഛനോട് കൂടി നമ്മളും ആ യാത്ര ചെയ്യണം. മധുബഹായോടും ദേവാലയത്തിൻ്റെ മറ്റ് 3 ഭാഗങ്ങളോടും നമ്മൾ യാത്ര പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും നമ്മളുടെ സ്വന്തം പ്രവേശനത്തിൻ്റെ ഒരു മുന്നാസ്വാദനവും കൂടിയായിട്ട് അതെടുക്കണമെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിച്ചനെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരിത് പറഞ്ഞപ്പോൾ മുതൽ ടോമിച്ചനും വികാരിച്ചനും വീട്ടുകാരും എല്ലാം ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ സിനഡ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. ഞങ്ങൾക്ക് ഒരു കാരണവശാലും പുറത്തു പോകാൻ അനുവാദമില്ല. യുവതിയിലെ മുതിർന്ന ഒരച്ഛനാണ് എന്ന് പറഞ്ഞപ്പോൾ മാത്രം തന്റെ അനുവാദമാണ്. ഞങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. നമ്മൾ വലിയ പിതാവിൻ്റെ ടേബിളിൽ ഈ റിക്വസ്റ്റ് എഴുതി വെക്കണം. ഫുൾ സിനഡ് ഉള്ളപ്പോൾ പിതാവ് എഴുതി, ഞാൻ എഴുതി വായിക്കും, ആരെഴുതി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ യുവതിയിലെ ഏറ്റവും മുതിർന്ന ഒരച്ഛനാണ് ഒരിക്കൽ അലക്സാണ്ടർ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ 2 സെഷൻസിൽ നിന്ന് എനിക്ക് ലീവ് തരണം എന്നെഴുതി കൊടുത്തില്ലാതെ വായിച്ചു. മറ്റു പിതാക്കന്മാർക്ക് അനുവദിക്കണം, പിതാവിന് തന്നെയും അനുവദിക്കാൻ പറ്റുകയില്ല. സിനഡ് വളരെ ഗൗരവതരമായ സിറ്റിംഗാണ്. ആ ഗേറ്റിന് പുറത്തു പോകാൻ നമുക്ക് അനുവാദമില്ല. അതെല്ലാം അച്ഛനോട് ദൈവം കാണിച്ചൊരു കാരുണ്യം കൂടിയാണ്. 2 സെഷൻസിൽ നിന്ന് മാറി ഇവിടെ വന്നതിൽ പങ്കെടുക്കാനായി സിനഡ് അനുവദിച്ചതും എന്ന് ഞാൻ കരുതുന്നു. അച്ഛൻ്റെ പുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ പിതാക്കന്മാരുടെ സാന്നിധ്യവും അത് നമുക്ക് വലിയ ബലമാണ്, വലിയ അനുഗ്രഹമാണ്. അവരോട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനോട് നമ്മുടെ ഗാന്ധിച്ചൻ്റെ 2 ഇടം വലം കൈകളായിരുന്നു അവർ 2. അവരെല്ലാം മനസ്സിലോർത്ത് നമുക്ക് ഈ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗത്തിലേക്ക് പ്രവേശിക്കാം.